ശ്രീ പ്രവീൺ കുമാറാണ് കാസർഗോഡ് നിന്നും. ശ്രീ പ്രവീൺ കുമാർ, താങ്കൾ കേട്ട് കാണുമല്ലോ ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത്. അങ്ങനെ ഈ സർക്കാരിന്റെ ഒരു ധാർഷ്ട്യത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു നയത്തിനെതിരായ ഒരു വിധി എഴുത്താണോ ഇപ്പോൾ ഉണ്ടായത്? അബ്ദുൽ സലാമാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ അബ്ദുൽ സലാം, താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? ശ്രീ അബ്ദുൽ സലാം പറഞ്ഞോളൂ. രണ്ട് പാർട്ടിക്കാരുമാണ് ഈ ബിജെപിക്ക് അവസരം കൊടുത്തത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. താങ്കളെ TV മ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ തരത്തിൽ സംസാരിക്കാൻ കഴിയാത്തത്, നമുക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയാത്തത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകണം. ബൈജു ആണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ബൈജു, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ മുൻ ഫലങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റമില്ലാത്ത ഒരു ജില്ലയുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. മലപ്പുറത്ത് എങ്ങനെയാണോ ഈ ലീഗിൻ്റെ നേതൃത്വത്തിൽ UDF-ന് ആധിപത്യം ഉണ്ടായിരുന്നത്, ആ ആധിപത്യം അപ്പടി തന്നെ നിലനിർത്താൻ മലപ്പുറത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് എല്ലാ ജില്ലകൾക്കും മുൻപുണ്ടായിരുന്ന ശക്തി ഉണ്ടായിരുന്ന പാർട്ടികൾക്കൊക്കെയും പലതരത്തിലുള്ള തിരിച്ചടി നേരിട്ടു, അല്ലെങ്കിൽ മറ്റ് എതിർ കക്ഷികൾക്ക് വലിയ മുന്നേറ്റമൊക്കെ ഏറെയും കുറഞ്ഞും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തിന് ഒരു മാറ്റവുമില്ല. താങ്കൾ എങ്ങനെയാണ് മലപ്പുറത്തെയും കേരളത്തെയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്? സാറേ, മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പിന്നെ കാലാകാലങ്ങളായിട്ട് ലീഗിന്റെ ഒരു സ്വാധീനമുള്ള മേഖലയാണ് സംഭവം. ആ സംഭവം സ്വാഭാവികമായിട്ട് ഇപ്പോഴും ആവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ LDF-ന് പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അവര് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവര് പുറത്താക്കിയില്ലേ സംഭവത്തിൽ. ആ സമയത്ത് അതെ, ഓക്കെ. അവര് അതേമാതിരി ആ മുകേഷിനെയും മറ്റേ അവരെയൊക്കെ ആ കണ്ട നേരത്തെ തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ആ കാര്യത്തിൽ ഒന്നും കൂടി ഒന്ന് പ്രോഗ്രസീവ് ആകാറുണ്ട്. ഒന്നും ഡിഫെൻഡ് ആയിപ്പോ അത് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റിയിരുന്നില്ല, മറ്റുള്ളവരെ പുറത്താക്കാൻ പറ്റാത്തതിന്റെ പേരിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വികാരം ഉയരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെ ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് സ്വാഭാവികമായും ഇപ്പോൾ ചർച്ചയിലില്ലാത്തൊരു കാര്യം പെട്ടെന്ന് ചർച്ചയിലേക്ക് വരികയും അത് തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ കാരണം പ്രതിരോധിക്കാൻ പറ്റാത്തുണ്ടായി. പിന്നെ അതന്നെ ഏറ്റവും പ്രധാനമുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും നിലവിൽ പിന്നെ ആളുകളുടെ ഇടയ്ക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നിലവിൽ. ശരി, എന്തായാലും ശ്രീ ബിനു ആണ്, ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനു, താങ്കൾ സ്ഥിരമായി ഗുജറാത്തിൽ ദീർഘകാലമായി താമസിക്കുന്ന ആളാണോ? അതെ, ഞാൻ 25 വർഷമായി. ഓക്കെ, കാൽനൂറ്റാണ്ട് കാലമായി ഗുജറാത്തിൽ താമസിക്കുന്നത് താങ്കൾ. കേരളത്തിൽ എവിടെയാണ്? ഞാൻ കേരളത്തിൽ പത്തനംതിട്ട മലയാളപ്പുഴ എന്ന് പറയും. മലയാളപ്പുഴത്തിലാണ്. ശരി, അപ്പോൾ താങ്കൾക്ക് പത്തനംതിട്ടയൊക്കെ റിസൾട്ട് കണ്ടു കാണുമല്ലോ. UDF വീണ്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ജില്ല കൂടിയാണ് പത്തനംതിട്ട. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക് കേരളത്തിന്റെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ചിത്രത്തെ? കേരളത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അർഹിക്കുന്ന ഒരു അവര് വാങ്ങിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവര് ശരിക്കും അർഹിക്കുന്ന ഒരു തോൽവിയാണ് ഈ LDF അത് അവരേറ്റ് വാങ്ങിയേക്കുന്നത്. ഇന്നിപ്പോ ഒരു പ്രതികരണം വന്നു, MM മണിയുടെ ഒരു പ്രതികരണം, നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. അത് ഞങ്ങൾ എല്ലാവർക്കും എല്ലാം കൊടുത്തു, എന്നിട്ട് ഞങ്ങളോട് ഇത് ചെയ്തു, ഞങ്ങൾ പൈസ കൊടുത്തു, പെൻഷൻ കൊടുത്തു. ഇതൊന്നും അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത കാര്യങ്ങളൊന്നുമല്ല. പൊതുജനത്തിന്റെ പൈസ എടുത്തിട്ട് അവർക്ക് കൊടുത്തതാണ്. അതിനും ഇങ്ങനെ ഈ രീതിയിലൊരു ബൈഫർക്കേഷൻ അവരുണ്ടാക്കിയാൽ അവരുടെ ആ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കുമെന്ന്. അപ്പൊ അത്രയ്ക്കും അതപ്പതിച്ചു പോയി. ആ ഒരു കാര്യമാണ് അവര് പൊതുജനങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. ഇത് കേൾക്കുന്ന മനുഷ്യര് അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇപ്പൊ ഈ 4 മാസം കഴിയുമ്പോ ഇനി അവരെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആളുകളാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കമന്റ്സുകൾ, ഇങ്ങനെയുള്ള ഈ ഒരു കമന്റ്സ് അവർക്ക് നാളെ ഇതിൽ കൂടുതൽ അവർക്ക് താഴേക്ക് പോകാനേ അവരെ സഹായിക്കത്തുള്ളൂ. ഇത് ഒരു തരത്തിലും അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അത് ആ ഒരു കമന്റ് സ്വാഭാവികമായും ഇനി അടക്കം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കമന്റ് തന്നെയാണ്. സർക്കാർ ഒരു ജനത്തിന് ഒരു ക്ഷേമപദ്ധതി നടപ്പാക്കുമ്പോൾ ആ ക്ഷേമപദ്ധതിക്ക് വേണ്ടി മറിച്ച് നിങ്ങൾ വോട്ട് തരണം എന്ന് കരുതിയാണ് നടപ്പാക്കുന്നതെന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകളൊക്കെ വരും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ദാസനാണ്, പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ദാസൻ, താങ്കളുടെ പേര് എങ്ങനെ കൃത്യമായി പറയാമോ? ആഷാദാണോ? താങ്കൾ പറഞ്ഞോളൂ, പേര് പറഞ്ഞിട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ശരി, ഞാൻ ചോദിച്ചത് നിങ്ങൾ പിണറായി വിജയനെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്?
ഇപ്പൊ ഞാൻ പിണറായി വിജയനെ കുറിച്ച് എന്ത് കരുതുന്നു അറിയാൻ വേണ്ടിയാണോ താങ്കൾ വിളിച്ചത്? ഒന്നുമില്ല. ഇതിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇ ഡി വന്നു, കേന്ദ്രത്തിന്റെ പല ഏജൻസികളും വന്നു. തൃശ്ശൂർ സീറ്റ് BJP കൊടുത്തോടെ ആ വിഷയം അവസാനിച്ചു. ഇപ്പം ഈ വിഷയം ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയം ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊടുത്തോടെ ആ വിഷയം അവസാനിക്കും. ഇത്രയേ ഉള്ളൂ. അടുത്ത താങ്കൾ പറയുന്നത് ഇങ്ങനെ ഒരു ഇ ഡി വരുമ്പോൾ ഒരു സീറ്റ് കൊടുത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെയാണോ രാഷ്ട്രീയത്തെ കാണുന്നത്? ഒരു 10 സീറ്റ് BJP കൊടുക്കും, അതോടെ ആ വിഷയം അവസാനിക്കും. ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോ ഈ പറഞ്ഞ ഈ UDFന്റെ ഇപ്പുറത്തെ ഇതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ ഒരു പേടിയാണ്. ഇപ്പോഴത്തെ ഒരു ഇലക്ഷന്റെ ഇത് വന്നാൽ പല പള്ളികളിലും വിളിച്ചു പറഞ്ഞാൽ എനിക്കറിയാം. എന്റെ അടുത്തുള്ള പല പള്ളികളിലും വിളിച്ചു പറഞ്ഞാൽ എനിക്കറിയാം. കാരണം BJPക്കാര് ഇനിയും BJP ഭരണത്തേക്ക് വന്നാൽ അവർക്ക് ഇവിടെ രക്ഷയില്ല എന്നുള്ളൊരു ധാരണ അവരുടെ മുന്നിലുണ്ട്. ശ്രീ പിന്നെ തിരുവല്ലയിലെ താങ്കളുടെ വീട് കോട്ടയം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ലല്ല ചോദിച്ചോട്ടെ, കോട്ടയം ജില്ലയിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ വലിയ മനസ്സിലാക്കൂ, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ. കേരളത്തിലും ഇനിയും അടുത്ത BJP അധികാരത്തിലേക്ക് വന്നാൽ രക്ഷയില്ല എന്നുള്ള അവർക്ക് ധാരണയുണ്ട്. കേരളത്തിൽ BJP അധികാരത്തിൽ വരും, കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്ന അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടോ? അങ്ങനെയല്ലല്ലോ. 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ BJP 10 വർഷത്തിന് മുമ്പ് ശേഷമുള്ളതല്ല. ഇപ്പോൾ ഈ എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് കേരളത്തിൽ ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, അവര് പറഞ്ഞല്ലോ, BJPക്കാർ പറഞ്ഞല്ലോ 30 സീറ്റ് കിട്ടിയാൽ അവർ അധികാരത്തിൽ ഒരാൾ ഒരു നേതാവ് ഒരു വിളിച്ചു പറഞ്ഞതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. 35 സീറ്റ് കിട്ടിയാൽ ഒരു സീറ്റ് പോലും കിട്ടാൻ ഒരു സീറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രസിഡന്റ് 35 സീറ്റ് കിട്ടിയാൽ ഞാനിവിടെ അധികാരം പിടിക്കുമെന്നൊക്കെ പറയുന്നതിനെ സാധാരണഗതിയിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ പറയുന്നില്ല. അതിന് ആ ഗൗരവത്തിലെ കേരളം കാണുന്നുള്ളൂ. അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. ഈ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് കേരളത്തിൽ BJP ജയിക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അധികാരത്തിൽ വരും എന്നൊരു ഭയം തൽക്കാലം എന്തായാലും കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ന്യൂനപക്ഷത്തിനോ കടുത്ത BJP വിരോധികൾക്കോ ഇല്ലല്ലോ. എന്റെ നാട്ടുകാർക്കുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ പത്തനംതിട്ടയുള്ള ആളായതുകൊണ്ട് എനിക്കുണ്ട്, എന്റെ നാട്ടുകാർക്കുണ്ട്, എന്റെ കോട്ടയംകാർക്കുണ്ട്, ഈ പറഞ്ഞ എറണാകുളംകാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ താങ്കൾ പറയുന്നത് എന്ത് ഇതിനകത്ത് ഇപ്പൊ ഈ കേരളത്തിൽ LDF തോക്കാനും UDF ജയിക്കാനും ഒക്കെ ഇതുമായിട്ട് എന്തുവാണ് ബന്ധം? ഈ രണ്ട് കൂട്ടരും എന്തായാലും BJP അതിശക്തമായി എതിർക്കുന്ന ആളുകളാണല്ലോ. ആര് എതിർക്കുന്നു? ഇടതുപക്ഷം എതിർക്കുന്നുണ്ടോ? ഇടതുപക്ഷം എതിർക്കുന്നില്ലേ? എവിടെ എതിർക്കുന്നു? പിന്നെ ഇടതുപക്ഷമാണോ സഹായിക്കുന്നത് BJP? എന്റെ സഹോദര, നിങ്ങള് ഈ അരിയാഹാരം കഴിച്ചല്ലേ പോകുന്നത്? ഞാനും അരിയാഹാരമാണ് കഴിക്കുന്നത്, താങ്കളും അരിയാഹാരമാണ് കഴിക്കുന്നത്. കേരളത്തിൽ എന്താ ശ്രീദാസൻ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും ഈ LDF-നും CPM-നും LDF-നും ഭൂരിപക്ഷമുള്ള സ്ഥലത്തും കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും BJP വളർന്നു വന്നുകൊണ്ടിരിക്കും. കൊല്ലം കോർപ്പറേഷൻ എത്ര സീറ്റ് കിട്ടി? ഞാൻ ചോദിക്കട്ടെ ഒരു സംശയം. BJPക്ക് എത്ര സീറ്റ് കിട്ടി കൊല്ലം കോർപ്പറേഷൻ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. BJPക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി BJPക്ക് കേരളത്തിൽ വളർച്ചയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് LDF-ന്റെ വോട്ട് ചോർന്നു. അത് പോയത് BJP-യിലേക്കല്ല, അത് പോയത് UDF-ലേക്കാണ്. അങ്ങനെ കേരളത്തിൽ LDF UDF എങ്ങനെയാണ് ജയിച്ചത്? UDF എങ്ങനെയാണ് ജയിച്ചത്? പിന്നെ UDF-ന് എല്ലായിടത്തും UDF-ന്റെ വോട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ആ കണക്കുകൾ നിങ്ങൾ നോക്കട്ടെ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കരുനാഗപ്പള്ളി മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമൊന്നുമല്ല. കരുനാഗപ്പള്ളി മുസ്ലിങ്ങൾക്ക് നല്ല ശക്തിയുള്ള കേന്ദ്രമാണ്. അവിടെ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ല കരുനാഗപ്പള്ളി. എനിക്ക് കരുനാഗപ്പള്ളിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ ആ താലൂക്കിൽ പെടുന്ന ആളാണ്. എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണോ? അവിടെ എങ്ങനെയാ? അവിടെ മുസ്ലിം പോപ്പുലേഷൻ നന്നായുണ്ട്. അതിനപ്പുറത്തേക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ BJPക്ക് 8 സീറ്റ് കിട്ടിയില്ലേ? BJP കരുനാഗപ്പള്ളിയിൽ എത്ര സീറ്റാണ് BJP കിട്ടിയത്? ഞാൻ കൃത്യമായി കരുനാഗപ്പള്ളി ഞാൻ നോക്കിയില്ല. എന്തായാലും കരുനാഗപ്പള്ളിയിൽ ഭരണം BJPക്കല്ല UDF-നാണ് ഭരണം. അത് ഞാൻ നോക്കിയിരുന്നു. 8 സീറ്റ് കിട്ടിയോ അവിടെ BJPക്ക്? ശരി, അത് നോക്കാം. ഞാൻ എത്ര സീറ്റ് കിട്ടിയെന്ന് തന്നെ അല്ല, ഇതല്ല ഞാൻ മുഴുവൻ സ്ഥലത്തെയും കാര്യങ്ങൾ കൃത്യമായി ഞാനും പിണങ്ങാൻ പറഞ്ഞതല്ല. താങ്കളുടെ അഭിപ്രായം കേൾക്കണമല്ലോ, അതുകൊണ്ട് തന്നെ സംശയം വരുമ്പോൾ ചോദിക്കേണ്ടി വരുമല്ലോ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിനോദ് കുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത്? അതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുമോ താങ്കൾക്ക്?
രുക്മിണിയാണ് പാലക്കാട് നിന്നും. ശ്രീമതി രുക്മിണി, താങ്കൾ പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ആളാണോ അതോ അതിന് പുറത്ത് ആണോ താമസം? എവിടെയാണ് പാലക്കാട്? മുനിസിപ്പാലിറ്റിയിലാണ്. താങ്കൾക്ക് മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം, എനിക്ക് 55 വയസ്സായി. ഈ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ മാർക്കറ്റിൽ വോട്ട് ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ പോലും ഞാൻ പോയിട്ട് മാർക്കറ്റിന് വോട്ട് ചെയ്തിട്ട് വന്നാണ്. ഇപ്പൊ ഈ തോൽവി കാണുമ്പോ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. പറയട്ടെ, എന്റെ കുടുംബത്തിൽ എല്ലാവരും, ഭർത്താവായാലും മക്കളായാലും എല്ലാവരും ഈ മാർക്കറ്റിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്രാവശ്യം ചെയ്തിട്ട് വന്നതുപോലെയാണ്, നമ്മൾ മാറ്റി കുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇത് അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ്. താഴെ തട്ടിൽ നിന്ന് മേലെ തട്ടിൽ വരെയുള്ള എല്ലാ നേതാക്കൾക്കും അവരുടെ മുഖത്തൊരു അഹങ്കാരമുണ്ട്, ഒരു ദയാദാക്ഷിണ്യം ഇല്ല. ഒരു പാവപ്പെട്ട ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ഞാനെന്നൊരു ഭാവം. ഇവരിലേക്ക് ആരും ആക്കുന്നതാരാ? നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മുടെ ഹോട്ടലിൽ ഇവരിനെ ആക്കുന്നത്. പക്ഷെ ഇവർക്ക് അഹങ്കാരമാ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അനുഭവിക്കണം, അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ ഇവരെല്ലാം. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. താങ്കളുടെ ഒരു വേദനയെ ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ട് താങ്കളുടെ ശബ്ദത്തിൽ തന്നെ, അത് വളരെ വ്യക്തമാണ്. എന്താന്ന് പറഞ്ഞ വേദനയാ ഞാൻ പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് പോയാൽ അവര് കണ്ണിന്റെ മൊഴി അവർക്ക് പൊങ്ങൂല. പിന്നെ അവരവിടുത്തെ രാജാക്കന്മാരാ. പിന്നെ ഈ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്താ? ഈ പാവങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് വേണ്ട ഇവർക്ക് വലിയ ആളാവാൻ.